ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ജി ബോർഡ്. നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളൊരു റിവിഷൻ മോഡിൽ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നതോടുകൂടെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് തുടങ്ങാം മക്കളെ. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആണ്. മകൾക്കറിയാം, സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിലെ, ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു പാർട്ടാണ്, വിച്ച് ഈസ് അണ്ടർ അവർ ഒബ്സർവേഷൻ. ഈ യൂണിവേഴ്സിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പാർട്ടിന്റെ പേരാണ് സിസ്റ്റം. ഈ യൂണിവേഴ്സിലുള്ള സിസ്റ്റം അല്ലാത്ത ബാക്കിയുള്ള എല്ലാം എന്താണ്? സറൗണ്ടിങ് ആണ്. നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിലേക്ക്, നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ടാബിന്റെ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടല്ലേ? അപ്പൊ നിങ്ങൾ എന്തിലേക്കാണോ നോക്കുന്നത് അതാണ് സിസ്റ്റം. ഈ യൂണിവേഴ്സിലുള്ള ബാക്കിയുള്ള എല്ലാം എന്താണ്? സറൗണ്ടിങ് ആണ്. അപ്പൊ എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ് എന്ന കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് മക്കളെ, 3 ടൈപ്പ് സിസ്റ്റങ്ങളുണ്ട്. ടൈപ്സ് ഓഫ് സിസ്റ്റം ഏതൊക്കെയാ? 3 ടൈപ്പ് സിസ്റ്റം. 1 ഓപ്പൺ സിസ്റ്റം, 2 ക്ലോസ്ഡ് സിസ്റ്റം, 3 ഐസൊലേറ്റഡ് സിസ്റ്റം. അല്ല സർ, എന്താണ് ഓപ്പൺ സിസ്റ്റം? ഒരു സിസ്റ്റത്തിൽ നിന്ന് എനർജിയും മാറ്ററും രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? സറൗണ്ടിങ്ങിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ സിസ്റ്റമാണ്. ഹോട്ട് വാട്ടർ ഇൻ ആൻ ഓപ്പൺ വെസൽ ഓപ്പൺ സിസ്റ്റത്തിന്റെ എക്സാമ്പിളാ. അതിൽ നിന്ന് എനർജിയും പുറത്തേക്ക് പോവും, മാറ്ററും പുറത്തേക്ക് പോവും. അപ്പൊ സാറേ, ക്ലോസ്ഡ് സിസ്റ്റം എന്താ? അതൊരു സിസ്റ്റമാണ്, അതിൽ നിന്ന് എനർജി പുറത്തേക്ക് പോവും, എനർജി സറൗണ്ടിങ്ങിലേക്ക് പോവും, പക്ഷെ മാറ്റർ പോവില്ല. അങ്ങനെയുള്ള സിസ്റ്റമാണ് ക്ലോസ്ഡ് സിസ്റ്റം. ഹോട്ട് വാട്ടറിനെ ക്ലോസ്ഡ് വെസൽ അതിന്റെ എക്സാമ്പിളാ. അതിന്ന് എന്താ പറയാ, എനർജി പോവും, പക്ഷെ മാറ്റർ പോവില്ല. അപ്പൊ സാറേ, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റത്തിൽ നിന്ന് എനർജിയും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല, രണ്ടും എന്ത് ചെയ്യുന്നില്ല? സറൗണ്ടിങ്ങിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുക. ഹോട്ട് വാട്ടറിനെ തെർമോ ഫ്ലാസ്ക് ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എക്സാമ്പിളാ. പഠിക്കണം, ഓർമ്മയിലുണ്ടാവണം. അപ്പൊ എന്താ സിസ്റ്റം, എന്താ സറൗണ്ടിങ് എന്ന് പഠിക്കണം. 3 ടൈപ്പ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കണം. ഓക്കെ ആണല്ലോ മക്കളെ? നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാറുണ്ട്. എന്താ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? അത് സിസ്റ്റത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാ. ആ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താ? ആ പ്രോപ്പർട്ടി ആ സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ, എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പൊ ഡിപ്പെൻഡ് ചെയ്യാത്തതോ? അത് ഇന്റൻസീവ് പ്രോപ്പർട്ടി. അപ്പൊ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി എക്സ്റ്റെൻസീവ് ആണ്, ഡിപ്പെൻഡ് ചെയ്യാത്തത് ഇന്റൻസീവ് ആണ്. എക്സ്റ്റെൻസീവിന്റെ എക്സാമ്പിൾ ആണ് വോളിയം, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി, ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ എക്സ്റ്റെൻസീവാ, എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാ. അപ്പൊ സാറേ, ഡിപ്പെൻഡ് ചെയ്യാത്ത ഇന്റൻസീവിന്റെ എക്സാമ്പിൾ എന്താ? അത് പഠിക്കണം. ടെമ്പറേച്ചറും പ്രഷറും മൊളാർ വോളിയവും ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മൊളാർ ഹീറ്റ് കപ്പാസിറ്റിയും വിസ്കോസിറ്റിയും സർഫസ് ടെൻഷനും ഒക്കെ എന്താ? ഇന്റൻസീവ്. അപ്പൊ എന്താ എക്സ്റ്റെൻസീവ്, എന്താ ഇന്റൻസീവ്? എക്സ്റ്റെൻസീവിന്റെ എക്സാമ്പിൾ, ഇന്റൻസീവിന്റെ എക്സാമ്പിൾ കൃത്യമായി പഠിക്കണം. അതേപോലെ നമ്മൾ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? എക്സ്റ്റെൻസീവും ഇന്റൻസീവും അല്ലാതെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ എന്ന് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എടാ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി തന്നെ ഉദ്ദേശിക്കുന്നത്. എന്താ സ്റ്റേറ്റ് ഫംഗ്ഷൻ? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസാ. ആ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താ? അത് ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
അതായത് ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്ക് പോകാൻ ഒരു പാത്ത് ഉണ്ടാവും, പാത്തിനെ ഫോളോ ചെയ്യുന്നില്ല. ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക. ടെമ്പറേച്ചറും പ്രഷറും വോളിയവും ഇന്റേണൽ എനർജിയും എൻതാൽപ്പിയും എൻട്രോപ്പിയും ഗിബ്സ് ഫ്രീ എനർജിയും ഒക്കെ അതിൻ്റെ എക്സാമ്പിളുകളാണ്. ഇനി സിസ്റ്റത്തിന് മറ്റു ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതോടൊപ്പം അവിടെ ഫോളോ ചെയ്ത പാത്തിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഫംഗ്ഷൻ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനോടൊപ്പം അവിടെ ഫോളോ ചെയ്ത പാത്തിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷന് പ്രധാനപ്പെട്ട 2 എക്സാമ്പിളുകളാണ് പറയാറുള്ളത്. ഒന്ന് ഹീറ്റാണ് മക്കളെ, 2 എന്താണ്, വർക്കാണ്. ഒന്ന് ഹീറ്റാണ്, 2 വർക്കാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് മൈൻഡിൽ ഉണ്ടാവണം, എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, തെർമോഡൈനാമിക് പ്രോസസ്. മക്കളെ വെരി സിമ്പിൾ. എടാ, ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ സിസ്റ്റം മറ്റൊരു തെർമോഡൈനാമിക് സ്റ്റേറ്റിലേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് വിളിക്കുക. എന്താ, ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ സിസ്റ്റം മറ്റൊരു തെർമോഡൈനാമിക് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് പ്രോസസ്. മക്കളെ, തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമ്പോൾ ടെമ്പറേച്ചറിന് മാറ്റമൊന്നുമില്ല, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് എങ്കിൽ അത് ഐസോ തെർമൽ പ്രോസസ്സാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷേ ഹീറ്റ് കോൺസ്റ്റന്റ് ആവണമെന്നില്ല, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമ്പോൾ പ്രഷർ മാറുന്നില്ല, പ്രഷർ കോൺസ്റ്റന്റാ എങ്കിൽ അതിനെ ഐസോബാറിക് പ്രോസസ്സ് എന്ന് വിളിക്കുക. എന്നാൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമ്പോൾ വോളിയം കോൺസ്റ്റന്റാ, വോളിയം മാറുന്നില്ല എങ്കിൽ അത് ഐസോകോറിക് പ്രോസസ്സാണ്. ഇനി മക്കളെ, ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും ഇടയിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുക. അപ്പോൾ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ്, ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ്, അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും ഇടയിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അല്ല സാറേ, എന്താ സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? സെവറൽ തെർമോഡൈനാമിക് പ്രോസസ്സ് കഴിഞ്ഞ്, ഒരുപാട് തെർമോഡൈനാമിക് പ്രോസസ്സ് കഴിഞ്ഞ് നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നു. ഒരുപാട് തെർമോഡൈനാമിക് പ്രോസസ്സ് കഴിഞ്ഞ് നമ്മുടെ സിസ്റ്റം ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൈക്ലിക് പ്രോസസ്സ്. മക്കളെ, അതിനെ വിളിക്കുന്ന പേരെന്താടാ? ദാറ്റ് ഈസ് കോൾഡ് സൈക്ലിക് പ്രോസസ്സ്. ഓർമ്മയുണ്ടാവണം. അപ്പൊ തെർമോഡൈനാമിക് പ്രോസസ്സ് എന്താണ് എന്നും ഏതൊക്കെ ടൈപ്പ് തെർമോഡൈനാമിക് പ്രോസസ്സ് ഉണ്ട് എന്നും മക്കളെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുന്നത് നല്ല കാര്യമാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത പോയിന്റ്, ഹീറ്റും വർക്കും. അല്ല സാർ, എന്താ ഹീറ്റ്? എടാ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ അത് എനർജിയുടെ ഒരു ഫോമാണ്. നമ്മളൊരു ഹോട്ട് ബോഡിയെയും കോൾഡ് ബോഡിയെയും ഇങ്ങനെ കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എന്താ ചെയ്യാന്നറിയോ? ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്കാണ് ഫ്ലോ ചെയ്യുക. അപ്പൊ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? അത് എനർജിയുടെ ഒരു ഫോമാണ്. അത് ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്കാ ഫ്ലോ ചെയ്യുക. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയണം, ഇതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വരുമ്പോൾ ഹീറ്റിന്റെ സൈന് പോസിറ്റീവായിട്ടാണ് എടുക്കുക. ഓക്കെ, അതേസമയം ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നെഗറ്റീവ് സൈനാണ് എടുക്കുക. സൈൻ എടുക്കുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വരുമ്പോൾ പോസിറ്റീവ് സൈൻ, ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് സൈൻ. ഇത് ഓർമ്മയിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി നമ്മൾ വർക്കിലേക്ക് പോകുമ്പോൾ, എടാ, വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം വർക്ക് ഡൺ കാണാൻ നിങ്ങളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. 2 ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റാ. ഒന്ന് മക്കളെ, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള എക്സ്പാൻഷൻ നടക്കുമ്പോൾ വർക്ക് ഡൺ. സിമ്പിൾ, W വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് P ഡെൽറ്റ V മൈനസ്
പി ഡെൽറ്റ വി. പി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷറാണ് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഉദ്ദേശിക്കുന്നത്. ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. അപ്പൊ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ വർക്ക് നടക്കുമ്പോൾ ഇക്വേഷൻ എന്താ? മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. അതേസമയം റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ വർക്ക് നടക്കുമ്പോഴുള്ള ഇക്വേഷൻ കാണാതെ പഠിക്കണം. മൈനസ് 2.303 NRT ലോഗ് ഫൈനൽ വോളിയം ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വോളിയം. മക്കളെ, ഈ രണ്ട് ഇക്വേഷൻ വെച്ച് പ്രോബ്ലം വരാറുണ്ട്. അത് ഇറിവേഴ്സിബിൾ ആണെങ്കിൽ മൈനസ് പി ഡെൽറ്റ വി, റിവേഴ്സിബിൾ ആണെങ്കിൽ മൈനസ് 2.303 NRT ലോഗ് ഫൈനൽ വോളിയം ഡിവൈഡഡ് ബൈ മക്കളെ ഇനീഷ്യൽ വോളിയം. ഇതുപയോഗിച്ചുള്ള പ്രോബ്ലം ആണ് എക്സാമിന് വരിക. അതുകൊണ്ട് പഠിക്കണം. അല്ല സർ, എന്താ ഈ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഗ്യാസ് വാക്വത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ മക്കളെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് വിളിക്കുക. ഒരു ഗ്യാസ് വാക്വത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ഫ്രീ എക്സ്പാൻഷൻ. വാക്വത്തിൽ എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. എക്സ്റ്റേണൽ പി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്താണ്? 0. അപ്പോൾ ഫ്രീ എക്സ്പാൻഷൻ നടക്കുമ്പോൾ വർക്ക് ഡൺ 0 ആണ് എന്ന് പഠിച്ചു വെക്കുക. നമ്മളിവിടെ ഹീറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പ്ലസ്, ഹീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് എന്ന് പറഞ്ഞില്ലേ? അതേപോലെ വർക്ക് ഡണിനും സൈൻ ഇമ്പോർട്ടൻ്റ് ആ. നോക്ക്, ഇത് സിസ്റ്റം ആണ്. സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യാണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് സൈനാ കൊടുക്കേണ്ടത്. എന്നാൽ സിസ്റ്റം സ്വയം വർക്ക് ചെയ്യുകയാണെങ്കിലോ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിലോ അവിടെ നെഗറ്റീവ് സൈൻ ആണ് കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ഇത് മറന്നു കളയരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സൈൻ ഇമ്പോർട്ടൻ്റ്. ഇനി മക്കളെ, ഒരു പ്രധാനപ്പെട്ട തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ എനർജി. എടാ, ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയെ വിളിക്കുന്ന പേരാണ് അയാളുടെ ഇന്റേണൽ എനർജി. മക്കളെ, ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയുടെ പേരാണ് അയാളുടെ ഇന്റേണൽ എനർജി. അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കാണാൻ ഫൈനൽ ഇന്റേണൽ എനർജിയിൽ നിന്ന് ഇനീഷ്യൽ ഇന്റേണൽ എനർജി മൈനസ് ചെയ്താൽ മതി. എടാ, ഇന്റേണൽ എനർജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരുന്നത്. എന്ത് വരുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. 3 രൂപത്തിൽ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻ ചെയ്യാം. ഒന്ന് നമുക്ക് ഫെമിലിയർ ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല. രണ്ടാമത്തത്, ഈ യൂണിവേഴ്സിന്റെ ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആണടാ. ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതും മക്കളെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സാ. ഒരു പ്രശ്നവും ഇല്ല, അതും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സാ. ഇനി മൂന്നാമത്തത്, ഒരു ഐസോലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആന്ന് പറഞ്ഞാൽ അതും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തന്നെയാണ്. ഇത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. ഏതെങ്കിലും ഒന്ന് നീറ്റായി പഠിക്കണം. രണ്ടാമത്തത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താ സർ? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ ഹീറ്റ് ആണ്, ഡബ്ല്യു വർക്ക് ആണ്. പക്ഷെ നേരത്തെ നമ്മൾ സൈന് കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്, അത് മൈൻഡിൽ ഉണ്ടാവണം. ഇനി ഈ ഡെൽറ്റ യുവിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നറിയോ? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി. വി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മളൊരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? ക്യൂന് ഈക്വല. ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എക്സ്ചേഞ്ചിന് ഈക്വല. ഒരു കോൺസ്റ്റന്റ് വോളിയത്തിൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടത്തുമ്പോഴുണ്ടാവുന്ന എൻതാൽപി ചേഞ്ച് അവിടെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ചിന് ഈക്വൽ ആണ് എന്ന് പറയുന്നതാണ് ഡെൽറ്റ യുവിന്റെ മക്കളെ സിഗ്നിഫിക്കൻസ്. ഇത് പഠിക്കാതെ പോവരുതേ, ഇമ്പോർട്ടൻ്റാ. അടുത്തത് എൻതാൽപി. അല്ലെ സർ, ഇന്റേണൽ എനർജി മനസ്സിലായി. അപ്പൊ എൻതാൽപി എന്താ? ഒന്നുമില്ല, ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എൻതാൽപി എന്ന് വിളിക്കുക. എൻതാൽപി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ ഹീറ്റ് കണ്ടന്റാ. അല്ലെങ്കിൽ it is the sum of internal energy and pressure volume energy. ഇന്റേണൽ എനർജിയും
PV യും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എൻതാൽപ്പി എന്ന് നമുക്ക് പറയാം. പ്രശ്നമില്ല. അത് ഇന്റേണൽ എനർജിയെ പോലെ തന്നെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇന്റേണൽ എനർജിയിൽ പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ഇൻ എൻതാൽപ്പി കാണാൻ ഫൈനൽ എൻതാൽപ്പിയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതിയടാ? ഇനീഷ്യൽ എൻതാൽപ്പി മൈനസ് ചെയ്താൽ മതി. പക്ഷെ നോക്കൂ, ഇവിടുന്ന് പ്രോബ്ലം വരാറുണ്ട്. അപ്പൊ എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട് 4 ഇക്വേഷൻസ് പഠിക്കണം. എന്താ അത്? അതിലൊന്ന് എൻതാൽപ്പി H = U + PV. അവിടെ എഴുതി ഞാൻ U + PV, ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം എനർജി. ഇനി ΔH = ΔU + P delta V. ΔH = ΔU + P delta V. അടുത്തത് ΔH = ΔU + P delta Vക്ക് പകരം ΔN in gaseous state RT. എങ്ങനെയാ മക്കളെ? ΔN in gaseous state RT. മറക്കോടാ നിങ്ങള്? മറക്കരുത്. അപ്പൊ H = U + PV, ΔH = ΔU + P delta V. ഇനി ΔH = ΔU + ΔN in gaseous state RT. അതേപോലെ ഇവിടെ നമ്മൾ ΔUവിന്റെ ഒരു സിഗ്നിഫിക്കൻസ് പറഞ്ഞല്ലോ. ΔU = QV എന്ന് പറഞ്ഞല്ലോ. അതേപോലെ ΔHന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ΔH = QP എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മളൊരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടത്തിയാൽ അവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് ഹീറ്റ് എക്സ്ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. അവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് എന്താടാ? ഹീറ്റ് എക്സ്ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും എന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടതുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഹീറ്റ് കപ്പാസിറ്റി. എന്താ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ഉയർത്താൻ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിന്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി = Q/ΔT. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ, ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തണം അല്ലെങ്കിൽ 1 കെൽവിൻ ഉയർത്തണം. അതിനുവേണ്ടി നമ്മൾ സിസ്റ്റത്തിന് കൊടുക്കുന്ന ഹീറ്റിന്റെ എമൗണ്ടിന്റെ പേരാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മറക്കരുത് നിങ്ങൾ. ഇനി 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ഉയർത്താനോ അതിനു വേണ്ട ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. എന്നാൽ 1 മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ഉയർത്താൻ വേണ്ട ഹീറ്റിനെ എന്താ വിളിക്കുക? അതിനെ നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? 1 മോൾ ആണെങ്കിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി, 1 കിലോഗ്രാം സബ്സ്റ്റൻസ് ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇനി അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ഉയർത്താൻ, അതാണ് ഹീറ്റ് കപ്പാസിറ്റി C എന്ന് പറയുന്നത്. ഇനി മക്കളെ Cp - Cv = R. Heat capacity at constant pressure minus heat capacity at constant volume is equal to universal gas constant R എന്ന ഇക്വേഷൻ ഓർമ്മയിൽ ഉണ്ടാവണം. 1 മാർക്കിന് അത് ചോദിക്കാറുണ്ട് എന്നത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ, ഓർമ്മയിൽ ഉണ്ടാവേണ്ട കാര്യം. അടുത്തത് എന്താണ് റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ? സിമ്പിൾ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എൻതാൽപ്പി ചേഞ്ചിനെയാണ്, എനർജി ചേഞ്ചിനെയാണ് നമ്മൾ റിയാക്ഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയാ. അത് കാണാൻ വളരെ സിമ്പിളാണ്. പ്രോഡക്റ്റിന്റെ എൻതാൽപ്പിയിൽ നിന്ന് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി മൈനസ് ചെയ്താൽ മതി. ഓക്കെ. ഇനി നമ്മുടെ റിയാക്ഷൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാന്ന് വിചാരിക്ക്. എന്ന് പറഞ്ഞാൽ 1 ബാർ പ്രഷറിലും 298 കെൽവിനിലുമാണ് എന്ന് വിചാരിക്ക്. അങ്ങനെയാണെങ്കിൽ ആ എൻതാൽപ്പി ചേഞ്ചിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി എന്നാ പറയാ. അപ്പൊ ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അടുത്തത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഒന്നുമില്ല. 1 മോള് പ്രോഡക്റ്റ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സിൽ നിന്ന് ഫോം ചെയ്യുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഒരു മോള് പ്രോഡക്റ്റ് അതിൻ്റെ എലമെന്റ്സിൽ നിന്ന് ഉണ്ടാവുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് എന്ത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇനി അത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിലോ അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയണം, ഒരു കോമ്പൗണ്ട് അതിൻ്റെ പ്യുവർ സ്റ്റേറ്റിലാണെങ്കിൽ അതിൻ്റെ
സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ എന്തായിട്ടാണ് എടുക്കുക? 0 ആയിട്ടാണ് എടുക്കുക. ഒരു കോമ്പൗണ്ട് അതിന്റെ ഏറ്റവും സ്റ്റേബിൾ ഫോമിലാണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മക്കളെ 0 ആയിട്ടാണ് എടുക്കുക. ഇനി ഇത് നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ആവശ്യമുള്ള ഒരു ഇക്വേഷനാണ്. എന്താ ഇത്? എടാ, പ്രോഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഫോർമേഷൻ അല്ല, എൻതാൽപ്പി ഓഫ് റിയാക്ഷനാ. അപ്പോൾ ഒരു റിയാക്ഷൻ തന്ന് അതിലുള്ള റിയാക്റ്റൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും ഒക്കെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്ന് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. ഏതാ മൈൻഡിൽ ഉണ്ടാവേണ്ടത്? പ്രോഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് ചെയ്താൽ അതിന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷനാ കിട്ടുക. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ്. ക്ലിയർ ആണല്ലോടാ? യെസ്. ഇനി അറിയേണ്ടതാണ് ഫേസ് ട്രാൻസിഷൻ നടക്കുമ്പോൾ എൻതാൽപ്പി ചേഞ്ച്. സിമ്പിൾ. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ? അല്ലെങ്കിൽ മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്യുക എന്നുള്ളതാ. അപ്പോൾ ഒരു മോള് സോളിഡ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് കംപ്ലീറ്റ് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആവുക. അപ്പോൾ എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഓക്കെ, മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയണേ. അപ്പൊ മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേപ്പറാവുക, ലിക്വിഡ് ബോയിൽ ചെയ്ത് വേപ്പറാകുന്നതിനാണ് വേപ്പറൈസേഷൻ എന്ന് പറയാ. അപ്പൊ അതിന്റെ മുന്നേ ഒരു 1 മോൾ വെച്ചാൽ മതി. ഒരു മോള് ലിക്വിഡ് അതിന്റെ ബോയിലിംഗ് പോയിന്റിൽ വെച്ച് കംപ്ലീറ്റ് ബോയിൽ ചെയ്ത് വേപ്പറായി മാറുക. അപ്പോൾ എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. അല്ല സാറേ, അപ്പൊ മോളാർ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്താ? സോളിഡ് നേരിട്ട് വേപ്പറായി മാറുന്നതാ സബ്ലിമേഷൻ. അപ്പൊ ഒരു മോള് സോളിഡ് മെൽറ്റ് ചെയ്യാതെ തന്നെ, അഥവാ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് വേപ്പറായി മാറുന്നു. അപ്പോൾ എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. അപ്പൊ പേരിൽ തന്നെ ഉണ്ട്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡായി മാറുക, മെൽറ്റ് ചെയ്യുക. വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ വേപ്പറായിട്ട് മാറുക. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് വേപ്പറായിട്ട് മാറുക. അപ്പോൾ ഒരു മോള് സബ്സ്റ്റൻസ് എടുത്ത് അത് ഡിഫൈൻ ചെയ്താൽ മോളാർ എന്തായി? എൻതാൽപ്പി ഓഫ് ഫ്യൂഷനായി, മോളാർ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷനായി, മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷനായി. അപ്പൊ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു മാർക്കിനൊക്കെ വേണമെങ്കിൽ ഇത് ചോദിക്കാവുന്നതാണ്. റെഡി? യെസ്. അടുത്ത മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണ് തെർമോഡൈനാമിക് ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് തെർമോകെമിക്കൽ ഇക്വേഷൻ? ഒന്നുമില്ല, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷന്റെ കൂടെ എൻതാൽപ്പി ചേഞ്ചും കൂടെ വന്നാൽ അതാണ് തെർമോഡൈനാമിക് ഇക്വേഷൻ. നോക്കൂ നിങ്ങൾ, ഇത് ഹേബർ പ്രോസസ്സാ. ഇത് ബാലൻസ്ഡ് ആയിട്ടാ വന്നിരിക്കുന്നത്. ഈ ബാലൻസ്ഡ് ഇക്വേഷന്റെ കൂടെ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എൻതാൽപ്പി ചേഞ്ചും കൂടെ വന്നാൽ ഇതെന്താണെന്ന് പറയാം? ഒരു തെർമോഡൈനാമിക് ഇക്വേഷൻ ആണ് എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷന്റെ കൂടെ എൻതാൽപ്പി ചേഞ്ച്, എനർജി ചേഞ്ചും കൂടെ വന്നാൽ, ഹീറ്റ് എക്സ്ചേഞ്ചും കൂടെ വന്നാൽ അതെന്താണ്? അതൊരു തെർമോഡൈനാമിക് ഇക്വേഷനാണ്. റെഡിയാണോ മക്കളെ? ക്ലിയർ അല്ലേ പറഞ്ഞേ? യെസ്. അടുത്തത് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. എന്താ ഹെസ്സസ് ലോ പറയുന്നത്? ഒരു തെർമോഡൈനാമിക് പ്രോസസ് ഒരു സ്റ്റെപ്പിൽ നടന്നാലും ഒരുപാട് സ്റ്റെപ്പിൽ നടന്നാലും, അഥവാ ഒരു തെർമോഡൈനാമിക് പ്രോസസ് സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് സെയിം ആ മക്കളെ. ഒരു തെർമോഡൈനാമിക് പ്രോസസ് സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് സെയിം ആണ് എന്ന് പറയുന്നതിനെയാണ് ഹെസ്സസ് ലോ എന്ന് പറയാ, അല്ലെങ്കിൽ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറയാ. ഓർമ്മയിൽ ഉണ്ടാവണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി മക്കളെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. നോക്കൂ, ഒരു സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായതാണിത്. അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ΔH. ഇത് 2 സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായതാ. ആദ്യത്തെ സ്റ്റെപ്പിൽ കാർബൺ മോണോക്സൈഡ്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ് ഹെസ്സസ് ലോ പറയണേ? ഒരു സ്റ്റെപ്പിൽ നടന്നാലും ഒരുപാട് സ്റ്റെപ്പിൽ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ ഒരു സ്റ്റെപ്പിലുള്ള എൻതാൽപ്പി ചേഞ്ച് ΔH എന്തിന് ഈക്വൽ ആണ്? ഈ 2 സ്റ്റെപ്പിലുള്ള എൻതാൽപ്പി ചേഞ്ചിന്റെ സമ്മിന് ഈക്വലാ. സോ ΔH is equal to ΔH1 plus ΔH2 എന്ന് എഴുതാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റാ, നിർബന്ധമായി പഠിക്കേണ്ടതാണ്. ഇനി മക്കളെ, എന്താ ലാറ്റിസ് എൻതാൽപ്പി? ഒന്നുമില്ല, ഒരു മോള് അയോണിക് ക്രിസ്റ്റൽ, ഇതൊരു അയോണിക് ക്രിസ്റ്റലാ. ഒരു മോൾ അയോണിക് ക്രിസ്റ്റൽ
അതിൻ്റെ ഗ്യാഷ്യസ് അയോണുകളിൽ നിന്ന് ഫോം ചെയ്യുക. എന്താടാ പറഞ്ഞേ? 1 മോള് അയോണിക് ക്രിസ്റ്റൽ. എങ്ങനെ? 1 മോള് അയോണിക് ക്രിസ്റ്റൽ അതിൻ്റെ ഗ്യാഷ്യസ് അയോണുകളിൽ നിന്ന് ഫോം ചെയ്യുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ, അപ്പൊ എന്താ ലാറ്റിസ് എൻതാൽപ്പി എന്നറിയണം. ലാറ്റിസ് എൻതാൽപ്പി ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനാണ് നമ്മൾ ബോൺ ഹേബർ സൈക്കിൾ ഉപയോഗിക്കുന്നത്. NaClന്റെ ബോൺ ഹേബർ സൈക്കിള് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നോക്കൂ, ഒരു സ്റ്റെപ്പിൽ NaCl ഉണ്ടാവുമ്പോൾ എൻതാൽപ്പി ചേഞ്ച്, എൻതാൽപ്പി ഓഫ് ഫോർമേഷനാ. സാറേ എന്താ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയണേ? കാര്യം ഇവിടെ ഗ്യാഷ്യസ് അയോണുകളല്ല. അതായത് 1 മോൾ അയോണിക് ക്രിസ്റ്റല് അതിന്റെ ഗ്യാഷ്യസ് അയോൺ ഉണ്ടാവുമ്പോഴാണ് അതിനെ ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിക്കുക. ഇത് ഗ്യാഷ്യസ് അയോണുകളാണോ? അല്ല. ഇത് ഗ്യാസ് ആണോ? അല്ല. ഇത് ചാർജ് ഉണ്ടോ? അയോൺ ആണോ? അല്ല. അപ്പോൾ 1 മോള് പ്രൊഡക്റ്റ് അതിന്റെ എലമെന്റ്സ് ഉണ്ടായിന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നാ വിളിക്കുന്നത്. ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയണമെങ്കിൽ ഇതിനെ Na+ ഇൻ ഗ്യാസ് ആക്കണം, ഇതിനെ Cl- ഇൻ ഗ്യാസ് ആക്കണം. അപ്പൊ നമുക്ക് സെവറൽ സ്റ്റെപ്പിലൂടെ എത്തിക്കാൻ പറ്റും. എങ്ങനെയാ? ആദ്യം ഇതിനെ സബ്ലിമേഷൻ നടത്തിയ ഗ്യാസ് ആവും, അതിന് അയണൈസേഷൻ എൻതാൽപ്പി അപ്ലൈ ചെയ്താൽ അത് Na+ ഇൻ ഗ്യാസ് ആവും. ഇനി ഇവിടെ Cl2 അല്ലേ ഉള്ളേ? Cl2 എന്ന് പറഞ്ഞാൽ 2 ക്ലോറിൻ ഇടയിൽ കൊവാലന്റ് ബോണ്ട് ഉണ്ട്. അത് പൊട്ടിയാലല്ലേ Cl ആവടാ. അത് പൊട്ടിക്കാൻ ബോണ്ട് എൻതാൽപ്പി കൊടുക്കേണ്ടി വരും. അതായത് ഇവിടെ ഹാഫ് ഇട്ടത് റിയാക്ഷൻ ബാലൻസ് ചെയ്യാനാ. നിങ്ങൾ അവിടെ ഹാഫ് നിട്ടാ ബോണ്ട് പൊട്ടുമോ? ഇല്ല. ബോണ്ട് പൊട്ടണമെങ്കിൽ എനർജി കൊടുക്കണം. അതാണ് ബോണ്ട് എൻതാൽപ്പി. പക്ഷേ ഇവിടെ ഹാഫ് ഇട്ടത് കൊണ്ട് ഇവിടെ ഈ ബോണ്ട് എൻതാൽപ്പിക്കും ഹാഫ് കൊടുക്കണം. ഇനി അപ്പൊ അങ്ങനെ Cl കിട്ടി. അതിന് Cl- ആക്കാൻ അവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വേണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? Na+ ഇൻ ഗ്യാസ് കിട്ടി, Cl- ഇൻ ഗ്യാസ് കിട്ടി. അവര് കമ്പൈൻ ചെയ്ത് 1 മോൾ അയോണിക് ക്രിസ്റ്റൽ ഉണ്ടാവുമ്പോൾ എൻതാൽപ്പി ചേഞ്ച് ആണ് ലാറ്റിസ് എൻതാൽപ്പി. അപ്പൊ ഇവിടെ നമുക്ക് ഹെസ്സസ് ലോ പ്രകാരം എന്തെഴുതാം? ഒരു സ്റ്റെപ്പിലുള്ള എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സെവറൽ സ്റ്റെപ്പിലുള്ള എൻതാൽപ്പി ചേഞ്ചിന് ഈക്വൽ ആണ് എന്ന് പറയാം. അതാണ് ഇവിടെ എഴുതിയത്. ഇത് റീഅറേഞ്ച് ചെയ്താൽ ലാറ്റിസ് എൻതാൽപ്പി കാണാനുള്ള ഇക്വേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത് ലാറ്റിസ് എൻതാൽപ്പി ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അതോടൊപ്പം ഇത് എന്തിന്റെ അപ്ലിക്കേഷനാ? ഹെസ്സസ് ലോന്റെ അപ്ലിക്കേഷനാ. NaClന്റെ ബോൺ ഹേബർ സൈക്കിൾ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നീറ്റായിട്ട് മക്കളെ നിങ്ങൾക്ക് ഇത് വരച്ചു കൊടുക്കാൻ കഴിയണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. വരച്ചു കൊടുക്കാൻ കഴിയണം. ക്ലിയർ? യെസ് മകളെ, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ, +1 കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. ഇത് പുതിയ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. വേറെ ഗ്രൂപ്പിലുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. കാര്യം ഇതിലൂടെയാണ് നിങ്ങളുടെ ഡെയിലി പ്ലാന്, ഷോർട്ട് നോട്ട്സ്, അതേപോലെ തന്നെ മൈക്രോബിറ്റ്, ലൈവിൻ്റെ ലിങ്ക്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ ക്രിസ്മസ് എക്സാം ആവട്ടെ, പബ്ലിക് എക്സാം ആവട്ടെ, ഇനിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ആയിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്തത് സ്പോണ്ടേനിയസ് പ്രോസസ്. മക്കളെ, ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. തനിയെ നടക്കുന്ന പ്രോസസ്സാണ്. എല്ലാ നാച്ചുറൽ പ്രോസസ്സുകളും സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. നമുക്ക് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് എന്താ? അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മുടെ ഹെൽപ്പ് ആവശ്യമില്ല അതിന്. ഇനിയൊരു കാര്യമുണ്ട്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ നോൺ സ്പോണ്ടേനിയസ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ നടക്കൂ എന്നാണെങ്കിൽ അതാണ് നോൺ സ്പോണ്ടേനിയസ്. ഒരു ബോഡി ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എനർജി അപ്ലൈ ചെയ്യണം. അപ്പോൾ അതൊരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. സിമ്പിൾ. അപ്പൊ എന്താ സ്പോണ്ടേനിയസ്, എന്താ നോൺ സ്പോണ്ടേനിയസ് എന്ന് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അടുത്തത് എന്താ മക്കളെ? എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് അല്ലെങ്കിൽ റാൻഡംനെസ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സിസ്റ്റം എത്രത്തോളം ഡിസോർഡറായി കിടക്കുന്നു എന്നതിൻ്റെ മെഷറാണ് എൻട്രോപ്പി. ഒരു സിസ്റ്റം എത്രത്തോളം ഡിസോർഡറായി കിടക്കുന്നു എന്നതിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുക. മറന്നു പോവണ്ട. ഡിസോർഡർനെസ് കൂടുമ്പോൾ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും. ഡിസോർഡർനെസ് കുറയുമ്പോൾ എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി ഇത് ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. എൻട്രോപ്പി ചേഞ്ച് കാണാൻ
ക്യൂ റിവേഴ്സിബിൾ ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. ക്യൂവും ടിയും തന്നാൽ നിങ്ങൾക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവിടെ ഉണ്ടായ എൻട്രോപ്പി ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും, പറയാൻ കഴിയും എന്നുള്ളത്. റെഡി? എടാ, എൻട്രോപ്പിയുടെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചാൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താ സെക്കൻഡ് ലോ പറയുന്നത്? എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് വിൽ ഓൾവേസ് ഇൻക്രീസ് ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ്. മക്കളെ, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി കൂടുകയാ ചെയ്യുക. ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ് എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് വിൽ ഇൻക്രീസ്. മൂന്നാമത്തത് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ? എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ് വിൽ ബി 0 at 0 Kelvin. ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ എടുത്താൽ അതിൻ്റെ 0 കെൽവിനിലുള്ള എൻട്രോപ്പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിൻ്റെ 0 കെൽവിനിലുള്ള എൻട്രോപ്പി എന്ന് പറയുന്നത്, മക്കളെ, അതിൻ്റെ 0 കെൽവിനിലുള്ള എൻട്രോപ്പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിൻ്റെ 0 കെൽവിനിലുള്ള എൻട്രോപ്പി എന്ന് പറയുന്നത് മക്കളെ 0 ആയിരിക്കും. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആകട്ടെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അതായത് സെക്കൻഡ് ലോ എന്താ പറയണേ? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കുമ്പോൾ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി കൂടും. തേർഡ് എന്താ പറയുന്നേ? ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡിന്റെ 0 കെൽവിനിലുള്ള എൻട്രോപ്പി 0 ആയിരിക്കും. റെഡി? യെസ്. ഇനി മക്കളെ, ഗിബ്സ് എനർജി. എന്താ ഗിബ്സ് എനർജി? ഇറ്റ് ഈസ് എ മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എ യൂസ്ഫുൾ വർക്ക് എന്നുള്ളതാ. ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടി ലഭിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജി, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജിയാണ് ഗിബ്സ് ഫ്രീ എനർജി. നമ്മൾ ഇന്റേണൽ എനർജിയെ പോലെ, എൻതാൽപ്പി പോലെ, എൻട്രോപ്പി പോലെ ഇതും ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, ഇതും ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ജി കാണാനുള്ള ഇക്വേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ജി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഒരു കാരണവശാലും പഠിക്കരുത് കേട്ടോ, പഠിക്കാതിരിക്കരുത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇനി മക്കളെ, എന്താ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് അറിയോ? ഇത് വെച്ച് നമുക്ക് ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ അല്ലേ എന്ന് പറയാൻ കഴിയും. അതെങ്ങനെയാ? ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസാ, പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസാ, 0 ആണെങ്കിൽ ആ പ്രോസസ്സ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറയാൻ കഴിയും. ഇനി മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളോട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാ സ്പോണ്ടേനിയസ് ആണോ അല്ലേ എന്ന് പെട്ടെന്ന് പറയാൻ പറ്റുക? എളുപ്പമാണ്. അതായത് ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവും ആണെങ്കിൽ എപ്പോഴും ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും. നേരെ തിരിച്ച ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവും ആണെങ്കിൽ ഡെൽറ്റ ജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അത് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും എന്നുള്ളതാ. ഇനി ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും, അഥവാ സ്പോണ്ടേനിയസ് ആയിരിക്കും. എപ്പോ? അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇനി ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജിയും നെഗറ്റീവ് ആവും, അഥവാ സ്പോണ്ടേനിയസ് ആവും. എപ്പോ? അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെൽറ്റ ജി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് പറയാൻ കഴിയും എന്നുള്ളതാ. റെഡി ആണല്ലോടാ? ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡെൽറ്റ ജി 0യും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ആർ ജി 0, അതായത് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ. ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ, കെ എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എൽ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം. അതിനെ നമുക്ക് കോമൺ ലോഗരിതം LOG ആക്കി മാറ്റാം. പക്ഷെ എന്ത് ചെയ്യണം? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് is equal to മൈനസ് 2.303 RT log K അല്ലെങ്കിൽ KC എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണോടാ? ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടത്. ഇത് നിങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് മക്കളെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഫർദർ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, എല്ലാം ഫോളോ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.